വിജയുമായി ബന്ധപ്പെട്ട് നടി തൃഷ കൃഷ്ണനെതിരെ തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ നടത്തിയ മോശം പരാമർശത്തിൽ ഒടുക്കം ഖേദപ്രകടനം നടത്തേണ്ടി വന്നു. നടനും ടി.വി.കെ നേതാവുമായ വിജയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിനിടെയാണ് തൃഷയ്ക്കെതിരെയും തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ അപകീർത്തികരമായ പരാമർശം നടത്തിയത്. അതിനെതിരെ തൃഷ രംഗത്തെത്തിയതിന് പിന്നാലെ നാഗേന്ദ്രൻ തന്റെ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചു. ഇത് അബദ്ധത്തിൽ നടത്തിയ പ്രസ്താവനയായിരുന്നു. ഞങ്ങളുടെ അഖിലേന്ത്യാ വനിതാ വിഭാഗം മേധാവി വനതി ശ്രീനിവാസനും അണ്ണാമലയും ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചിരുന്നു. എന്റെ പ്രസ്താവനയിൽ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഹൃദയംഗമമായ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇതാണ് തമിഴ്നാട് ബി.ജെ.പി. പ്രസിഡന്റ് നയിനാർ നാഗേന്ദ്രൻ പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ വിജയം നേടണമെങ്കിൽ വിജയ് തൃഷയുടെ വീട്ടിൽ നിന്ന് പുറത്തു വരണമെന്ന് നാഗേന്ദ്രൻ പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമിട്ടതിന് തൊട്ട് പിന്നാലെയാണ് ഈ ക്ഷമാപണം വന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ തന്റെ പാർട്ടി ഒരു പ്രധാന വെല്ലുവിളിയായി ഉയർന്നു വരുമെന്ന വിജയിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുമ്പോഴാണ് നാഗേന്ദ്രൻ ഈ പ്രസ്താവന നടത്തിയത്. ഈ പരാമർശത്തിനെതിരെ നിരവധി രാഷ്ട്രീയ നേതാക്കളും രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. ബി.ജെ.പി. വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു. സ്ത്രീകളോടുള്ള ബഹുമാനക്കുറവാണ് ഇത്തരം പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് ഭരണകക്ഷിയായ DMK നേതാക്കൾ ആരോപിച്ചു. ബി.ജെ.പി. നേതാക്കൾ സ്ത്രീകൾക്ക് ഒരിക്കലും ബഹുമാനം നൽകുന്നില്ലെന്നും ഇത് ഗട്ടർ പൊളിറ്റിക്സ് ആണെന്നും DMK നേതാവ് കനിമൊഴിയും പറഞ്ഞിരുന്നു. തൃഷയുടെ പേര് എന്തിനാണ് രാഷ്ട്രീയത്തിലേക്ക് വലിച്ചെടുക്കുന്നത് എന്നാണ് തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ സെൽവ പെരുന്തകൈ ചോദിക്കുന്നത്. തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ തനിക്കെതിരെ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾക്കെതിരെ നടി തൃഷ കൃഷ്ണനും രംഗത്ത് വന്നിരുന്നു. മര്യാദകേട് എപ്പോഴും ചോദ്യം ചെയ്യപ്പെടണമെന്നും രാഷ്ട്രീയ ചർച്ചകളിൽ തന്റെ പേര് ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും തൃഷ വ്യക്തമാക്കി. തന്റെ ലീഗൽ അഡ്വൈസർ നിതേഷ് നടരാജ് മുഖേനയാണ് തൃഷ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉന്നതസ്ഥാനം വഹിക്കുന്ന ഒരാളിൽ നിന്നും ഇത്രയും മോശമായ പരാമർശം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് തൃഷയുടെ പ്രസ്താവനയിൽ പറയുന്നത്. തനിക്ക് യാതൊരുവിധ രാഷ്ട്രീയ ചായവുമില്ലെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും താൻ അംഗമല്ലെന്നും തൃഷ പറഞ്ഞു. തന്റെ തൊഴിലിലൂടെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പക്ഷത്തിന്റെ ഭാഗമായിട്ടല്ല. വ്യക്തിജീവിതത്തെ പൊതുചർച്ചകളിലേക്ക് വലിച്ചിഴക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവരുടെ വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്നും തൃഷ ആവശ്യപ്പെട്ടു. സിനിമയിൽ വിജയുടെ കൂടെ മികച്ച ഹിറ്റുകൾ സമ്മാനിച്ച തൃഷയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് തമിഴ് സിനിമാ ലോകത്തും വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറി. ബി.ജെ.പി. നേതാവിന്റെ പ്രസ്താവന സ്ത്രീവിരുദ്ധമാണെന്ന നിലയിലേക്ക് എത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്ന് ബി.ജെ.പിക്കും മനസ്സിലായി. ഏറെ വൈകാരികമായി പ്രതികരിക്കുന്ന തമിഴ് ജനത ബി.ജെ.പിയെ ആട്ടിപ്പായിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് മനസ്സിലായതോടെ നയിനാർ നാഗേന്ദ്രൻ ഖേദം പ്രകടിപ്പിച്ച് രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഈ പരാമർശം ബി.ജെ.പിക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ആ കാര്യം ഉറപ്പാണ്. ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ മൗനം പാലിച്ച നടൻ വിജയിന് ജനസമ്മതി ഏറുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലുള്ളത്.